PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് 8ാം ക്ലാസ്സുകാരുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ് ഇക്വേഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. ഈ ഇക്വേഷനില് നമ്മള് കണക്കുകൾ നമ്മൾ എക്സിലേക്ക് എത്തിക്കഴിഞ്ഞു. രണ്ട് സ്ഥലത്തും വാരിയബിൾസ് ഇട്ട് ചരങ്ങൾ ഇട്ട് നമ്മൾ ചെയ്തു കേട്ടോ. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന കണക്ക് ഏജിന്റെ, സാധാരണ പരീക്ഷയ്ക്ക് എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏജ്, വയസ്സിന്റെ പ്രോബ്ലംസ് എപ്പോഴും വരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ വലിയ ക്ലാസ്സിലിരിക്കും, 8ൽ കഴിഞ്ഞാൽ 9 10 വരുന്ന നമുക്കൊരു ക്വസ്റ്റ്യൻ ആണ് ഇക്വേഷൻസിന്റെ പാടിൽ ഈ വയസ്സിന്റെ പ്രോബ്ലം. അത് എങ്ങനെ ഇക്വേഷൻ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ദ ഏജ് ഓഫ് അപ്പൂസ് മദർ ഈസ് 9 times that of Appu. After 9 years, it will be 3 times. What are their ages? അവരുടെ ഏജ് അപ്പൊ എന്താണ്, എത്രയാണ് അവരുടെ വയസ്സ്? മലയാളത്തിന്റെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പുവിന്റെ അമ്മയുടെ പ്രായം അപ്പുവിന്റെ പ്രായത്തിന്റെ 9 മടങ്ങ്. അപ്പൊ ആർക്കാ നമ്മൾ എക്സ് കൊടുക്കുക? അപ്പുവിന്റെ പ്രായം എന്ന് പറയുന്നത് എക്സ് കൊടുത്താൽ അപ്പുവിന്റെ അമ്മയുടെ പ്രായം എത്രയാണ്? 9 മടങ്ങ്. 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങാവുമെന്ന്. എങ്കിൽ അവരുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ് എന്ന്, ഇപ്പോഴത്തെ വയസ്സ് എത്രയാണെന്ന് ചോദിച്ചാണ്. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചോദിച്ചിരിക്കണമെങ്കിൽ അതിനാണ് എക്സ് കൊടുക്കേണ്ടത്. നോക്കാം. ദ ഏജ് ഓഫ് അപ്പൂസ് മദർ ഈസ് 9 times that of Appu. After 9 years, it would be 3 times I. Then what is their age now? അപ്പൊ ഇപ്പോഴത്തെ ഏജ്. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ അപ്പുവിന്റെ എന്താണ് പ്രസന്റ്, അപ്പുവിന്റെ ഏജ് എത്രയാ? എക്സ് കൊടുത്താൽ മദറിന്റെ ഏജ് എത്രയായിരിക്കും? മദറിന്റെ ഏജ് എത്രയാ? അപ്പുവിന്റെ ഏജിന്റെ 9 times എന്ന് പറയുമ്പോൾ 9x. ഇത് ആദ്യം കണ്ടിരിക്കുക, കാരണം ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ പ്രായം എത്രയാണെന്ന്. ഇപ്പോഴത്തെ പ്രായം അപ്പുവിന് എക്സ് ആണെങ്കിൽ അമ്മയ്ക്ക് 9x. മനസ്സിലായോ എല്ലാവർക്കും? ഫസ്റ്റ് ലൈൻ ഇക്വേഷൻ കിട്ടിയില്ലേ? ഒന്നുകൂടി വായിച്ചു നോക്കിയേ. ദ ഏജ് ഓഫ് അപ്പൂസ് മദർ ഈസ് 9 times that of Appu. അപ്പുവിനേക്കാൾ 9 മടങ്ങ്. ആഫ്റ്റർ 9 years, 9 അടുത്ത ലൈനിൽ നമ്മൾ അടുത്ത ഇക്വേഷൻ ഉണ്ടാക്കാണ് കേട്ടോ. എന്താണ്? അടുത്ത 9 വർഷം കഴിയുമ്പോ ഇറ്റ് വുഡ് ബി 3 times. എന്താണ്? 9 വർഷം കഴിയുമ്പോ ഇപ്പോഴത്തെ നിങ്ങളുടെ വയസ്സ്, ഇപ്പൊ ഒരാൾക്ക്, ഒരു കുട്ടിക്ക് 10 വയസ്സാണെങ്കിൽ 9 വർഷം കഴിയുമ്പോ എത്രയാവും? 19 വയസ്സായി. ആ 9 കൂട്ടന്റെ. അപ്പൊ അതുപോലെ തന്നെ അപ്പുവിന് 9 വയസ്സ് കഴിയും, 9 കൊല്ലം കഴിയുമ്പോ അപ്പുവിന്റെ വയസ്സ് എത്രയായിരിക്കും? x+9 ആവും. അപ്പുവിന് മാത്രമല്ല വയസ്സ് കൂടാട്ടോ, അമ്മയ്ക്കും വയസ്സ് കൂടി. അപ്പൊ അമ്മയ്ക്ക് എത്രയായിരിക്കും? 9x ആണ് ഇപ്പോഴത്തെ പ്രായം. അപ്പൊ അമ്മയ്ക്കും 9 കൂടില്ലേ? ഇനി അതിന്റെ ഒരു കമ്പാരിസൺ ഇവിടെ പറയാണ്. ആഫ്റ്റർ 9 years വരുന്ന സമയത്ത് ഇറ്റ് വുഡ് ബി ത്രൈസ്. അത് എത്രയായിരിക്കും എന്ന്? ഇതിന്റെ ത്രൈസ് 3 മടങ്ങായിരിക്കും അമ്മയുടെ. ഇതിന്റെ 3 മടങ്ങ്. അപ്പൊ അമ്മയുടെ പ്രായം 9x+9 എന്ന് പറഞ്ഞാൽ ഇതാണ് അമ്മയുടെ 9 വർഷം കഴിയുമ്പോ വയസ്സ്. അപ്പുവിന് 9 വയസ്സ് കഴിയുമ്പോ x+9 ആണ്. അപ്പുവിന്റെ അമ്മയുടെ വയസ്സ് ഒരുമിച്ച് ഈക്വൽ ആവില്ല. ഇതിന്റെ 3 മടങ്ങ് 3 times ആണ് അമ്മയുടെ പ്രായം. ഇതിലെ ചോദ്യം മനസ്സിലായോ? അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ നമ്മൾ ആദ്യം അപ്പുവിന്റെ വയസ്സ് എക്സ് കൊടുത്തു, അമ്മയുടെ വയസ്സ്. അപ്പോ അപ്പുവിന്റെ വയസ്സിന്റെ 9 മടങ്ങ്, 9 ടൈംസ് എന്ന് പറഞ്ഞാൽ ഇൻഡു ആണ് കേട്ടോ. അല്ലെ? ആഡ് ചെയ്യാൻ പറയുമ്പോഴാണ് നമ്മൾ പ്ലസ് ചെയ്യുക. മോർ ആണെന്ന് പറയുമ്പോ +9, ലെസ് ആണെന്ന് പറയുമ്പോ -9. പക്ഷെ ടൈംസ് എന്ന് പറഞ്ഞാൽ, മടങ്ങ് എന്ന് പറഞ്ഞാൽ ഇൻഡു ആണ്. അപ്പൊ 9x+9 ആണ്. 9 വർഷം കഴിയുമ്പോ അമ്മയുടെ പ്രായം 9x+9 ആണ്. അപ്പുവിന്റെ പ്രായം x+9 ആണ്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ ഇനി കമ്പാരിസൺ ചെയ്യണമെങ്കിൽ 9 വർഷം കഴിയുമ്പോ അമ്മയുടെ വയസ്സ് എന്ന് പറയുന്നത് അപ്പുവിന്റെ 9 വർഷം കഴിഞ്ഞതിന്റെ വയസ്സിന്റെ × 3 ആണ്. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്ത് എഴുതണം. വേണ്ടേ? ഇത് ഇങ്ങനെ തന്നെ എഴുതാം നമുക്ക്. 9x+9 3 × x 3x 3 × 9 എത്രയാ? 27. ഇനി നമ്മൾ പറഞ്ഞ എക്സുകളെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ ഇവിടെയുള്ള 9x ഇറക്കിയിടണം ആദ്യം. അത് കഴിഞ്ഞാൽ ഇപ്പുറത്തുള്ള 3x ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പൊ ഇവിടെ ഈ 9 കിട്ടില്ല, ഈ 9 നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകണ്ടേ. അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആദ്യം തന്നെ അവിടെയുള്ള ഈ വശത്തുള്ള 27 ഇറക്കിയിടണം കേട്ടോ. ആദ്യം ഈ 9 അങ്ങോട്ട് കൊണ്ടുപോകരുത്. അപ്പൊ
നെഗറ്റീവ് ആവും. നിങ്ങൾ ഏത് സൈഡിലാണ് നമ്മൾ ഇവിടെ എഴുതിയപ്പോ ഈ 9x ആദ്യം എഴുതിയത് അല്ലേ, എന്നിട്ടാണ് ഇവിടുത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നുള്ളൂ. അതേപോലെ ഇവിടെയുള്ള 27 ആദ്യം എഴുതാം. അത് കഴിഞ്ഞ ശേഷം ഇവിടുത്തെ +9 ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോ എത്രയായി? -9. അപ്പൊ 9x-ന് 3x കുറച്ചാൽ എത്ര കിട്ടി? 6x കിട്ടി. ഇസ് ഈക്വൽ ടു 27 - 9. 27-ന് 9 കുറച്ചാൽ എത്ര കിട്ടും? 18. Then x is equal to 18/6. ആദ്യ ടേബിൾ ചെയ്ത് നോക്ക്. 3 × 6 18 അല്ലേ? 18 കിട്ടി. അപ്പൊ x 3 കിട്ടി നമുക്ക്. പക്ഷെ x 3 കിട്ടി അത് മാത്രമല്ല ഉത്തരം ചോദിച്ചിരിക്കുന്നത്, നമ്മളോട് ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താണ്? അപ്പുവിന്റെ ഏജ്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ എഴുതണം. എന്താണ്? അപ്പൂസ് ഏജ്. അപ്പുവിന്റെ ഏജ് എത്രയാ? x 3. അപ്പൊ മദറിന്റെ ഏജ് എത്രയായിരിക്കണം? മദറിന്റെ ഏജ് 9 × 3 എത്രയാ? 3 × 9 27 കിട്ടിയില്ലേ? അപ്പൊ അപ്പുവിന്റെ ഏജ് 3 ആണ്, അമ്മയുടെ വയസ്സ് 27. ഇനി അത് ശരിയാണോ എന്ന് നോക്കിയേ. അപ്പുവിന് 3 ആണെങ്കിൽ അമ്മയുടെ വയസ്സ് 9 × x ആണ്. 9 × 3 27. ഇത് ശരിയാണോ നോക്കണമെങ്കിൽ 9 വർഷം കഴിയുമ്പോൾ ചെയ്ത് നോക്കിക്കേ. 9x + 9 ആണ് ഇത്. 9x എന്ന് പറയുമ്പോൾ 3 × 9 27. 27ന്റെ കൂടെ 9 കൂട്ടാം. 27ന്റെ കൂടെ 9 കൂട്ടിയാൽ എത്ര വരുന്നത്? 27 + 9 is equal to ആണ്. ഇവിടെ എത്ര വരുന്നത്? 3 × x. 3 × x എത്ര വരുന്നത്? 3 × 3 9. 9 + 27. അതിന്റെ ഇവിടെ 27 + 9 തന്നെയാണ്. ഇവിടെ 9 + 27 ഈക്വൽ ആയില്ലേ? അപ്പൊ ഈ കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ സെറ്റ് തുടങ്ങാം. ലാസ്റ്റ് പേജിലെ ലാസ്റ്റ് സെറ്റ് ആണ് കേട്ടോ. നമ്മുടെ പാഠം അവസാനിക്കാനായിട്ട് ലാസ്റ്റ് സെറ്റ് ആണ്. പേജ് നമ്പർ 44 കിട്ടിയില്ലേ എല്ലാവർക്കും? പേജ് നമ്പർ 44 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Ticket rate for the science exhibition is 10 rupees for the child and 20 rupees for an adult. ഈ ലാസ്റ്റ് പ്രോബ്ലം ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്നല്ല നിങ്ങൾ ഇക്വേഷൻ ഒന്ന് എഴുതിയിടാക്കാം. ശരിക്കും പഠിക്കണം കേട്ടോ. അത് ഇത്രയും ക്വസ്റ്റ്യൻസ് ശരിക്കും പഠിച്ചാൽ മതി. ഇതുപോലത്തെ തന്നെ വേറെ ക്വസ്റ്റ്യൻസ് വരുള്ളൂ. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ശരിക്കും നന്നായിട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. എപ്പോഴും ഞാൻ പറഞ്ഞത് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ 2 പ്രാവശ്യം ഒന്ന് റഫ് ബുക്കിൽ ചെയ്ത് പഠിക്കാം. കാരണം ഒരു പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമാണെന്നൊക്കെ തോന്നും. പക്ഷെ നമ്മൾ ചെയ്ത് പഠിച്ചാലാണ് നമുക്ക് ശരിക്കും തറവാവുള്ളൂ. അപ്പൊ ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ടിക്കറ്റ് റേറ്റ് ഫോർ ദ സയൻസ് എക്സിബിഷൻ ഈസ് 10 rupees for a child. വായിക്കുന്നത് ശ്രദ്ധിക്കാം കേട്ടോ. ടിക്കറ്റ് റേറ്റ് ഫോർ ദ സയൻസ് എക്സിബിഷൻ. ഒരു സ്ഥലത്ത് ഒരു സയൻസ് എക്സിബിഷൻ നടക്കാണ്. 10 രൂപയ്ക്ക് ഫോർ ദ ചൈൽഡ്, കുട്ടികളുടെ ടിക്കറ്റ് 10 രൂപയും ആൻഡ് 26 rupees ഫോർ an adult. 740 rupees was got from 50%. How many children among them? അതിൽ കുട്ടികളുടെ എണ്ണമാണ്. മലയാള മീഡിയത്തിന്റെ ചോദ്യം വായിക്കാം. ശാസ്ത്ര പ്രദർശനത്തിന് കുട്ടികൾക്ക് 10 രൂപ നിരക്കിലും മുതിർന്നവർക്ക് 25 രൂപ നിരക്കിലുമാണ് ടിക്കറ്റ്. അത് ആകെ 50 പേർക്ക് ടിക്കറ്റ് എടുത്തു വരും. കഴിഞ്ഞപ്പോ 50 പേര് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞപ്പോ ആ സംഘാടകരുടെ കയ്യിൽ കിട്ടിയത് 740 രൂപയായിരുന്നു. അപ്പൊ ഇതിൽ കുട്ടികൾ എത്രയാണ്? ഇതാണ് ചോദ്യം. ചോദ്യം മനസ്സിലായില്ലേ? ചോദ്യം നന്നായിട്ട് വീണ്ടും ഒന്ന് വായിച്ചു നോക്കാം. എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? ഒരു സയൻസ് എക്സിബിഷൻ നടക്കുന്ന സമയത്ത് കുട്ടികൾക്ക് 10 രൂപ. അപ്പൊ നമ്മൾ എന്തിനാണ് നമ്മൾ എക്സ് കൊടുക്കാന്നുള്ളത് നോക്കണമെങ്കിൽ അവസാനത്തെ ലൈൻ നോക്കണം. ചോദ്യം എന്താണ്? ഹൗ മെനി ചിൽഡ്രൻ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഹൗ മെനി ചിൽഡ്രൻ ആണ്. അപ്പോ നമ്പർ ഓഫ് ചിൽഡ്രൻ ആണ് എക്സ് കൊടുക്കുക. നമ്പർ ഓഫ് ചിൽഡ്രൻ നമ്മൾ എക്സ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നോക്കാം വൈ എത്രയായിരിക്കും, അല്ലെങ്കിൽ കുട്ടികളുടെ എണ്ണം 10 രൂപ വെച്ചിട്ടാണ് എക്സ് ആണെങ്കിൽ അഡൽസിന്റെ എണ്ണം എത്രയാ വരുന്നത്? അഡൽസിന് നമ്മള് 26 രൂപ വെച്ചിട്ടാണ്. പക്ഷെ അപ്പൊ രണ്ടും കൂടി കൂട്ടിയാൽ എത്രയാണ്? രണ്ടും കൂടി കൂട്ടിയാൽ 740 rupees was got from 50% ആണ്. ആകെ 50 പേരാണ്. അപ്പൊ നമ്പർ ഓഫ് ചിൽഡ്രൻ 10 ആണെങ്കിൽ നമ്പർ ഓഫ് അഡൽട്ട് എത്രയായിരിക്കും? 50 - x ആണ് അല്ലെ?
കുട്ടികളുടെ എണ്ണം എക്സ് ആണെങ്കിൽ അഡൽട്സിന്റെ എണ്ണം 50 മൈനസ് എക്സ് ആണ്. കിട്ടിയില്ലേ? ഇനി നമ്മളിവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? 740 രൂപയാണ് രണ്ടും കൂടി കൂട്ടിയപ്പോ കിട്ടുന്നത്. 10 പേർക്ക് ടിക്കറ്റ് റേറ്റ് എന്താണ്? ടിക്കറ്റ് റേറ്റ് ഫോർ സയൻസ് എക്സിബിഷൻ 10 രൂപയാണ് കുട്ടികൾക്ക്. അപ്പൊ കുട്ടികളുടെ ടിക്കറ്റിന്റെ റേറ്റ് എത്രയാണ്? എത്ര രൂപ കുട്ടികൾ ഇന്ന് പിരിച്ചു കിട്ടി? ടിക്കറ്റ് റേറ്റ് ഫോർ സയൻസ് എക്സിബിഷൻ 10 rupees ഫോർ ദ ചൈൽഡ് ആണ്. അപ്പോ ദ മണി ഗോട്ട് ഫോർ ദ ടിക്കറ്റ് ഓഫ് ദ ചിൽഡ്രൻ, കുട്ടികളുടെ ടിക്കറ്റിന് കിട്ടിയത് എത്രയായിരിക്കും? കുട്ടികളുടെ എണ്ണം 10 ആണ്, അല്ല സോറി എക്സ് ആണ്. 10 രൂപ വെച്ചിട്ടാവുമ്പോ 10 into എക്സ് അല്ലെ? അപ്പോ ടിക്കറ്റ് റേറ്റ് കുട്ടികളുടെ ടിക്കറ്റ് റേറ്റ് എത്രയാണ്? 10x ആണ് അല്ലെ? അപ്പോ വലിയവരുടെ ടിക്കറ്റ് റേറ്റ് എത്രയാണ് വരുന്നത്? വലിയ അഡൽട്സിന്റെ ടിക്കറ്റ് റേറ്റ് വരണമെങ്കിൽ ബാക്കിയുള്ളതല്ലേ, ആകെ രണ്ടും കൂടി കൂട്ടിയാൽ അത് ഇവിടെ വരുന്നത് എന്താണ്? 10xന്റെ കൂടെ 50 മൈനസ് എക്സ് എത്രയാണ് അവരുടെ ടിക്കറ്റിന്റെ ടിക്കറ്റ് റേറ്റ് ഓഫ് അഡൽട്ടിന്റെ ടിക്കറ്റ് റേറ്റ് എത്രയാണ് വരുന്നത്? 26 രൂപയാണ് ഒരു ടിക്കറ്റിന്. അപ്പോ 26 into 50 മൈനസ് എക്സ് ആണ്. കിട്ടിയോ? ടിക്കറ്റ് റേറ്റ് ഓഫ് കുട്ടികളുടെ ചിൽഡ്രൻ, ടിക്കറ്റ് റേറ്റ് ഓഫ് ചിൽഡ്രൻ ആണ് 10 into x 10x. ടിക്കറ്റ് റേറ്റ് ഓഫ് അഡൽട്ട് എന്ന് പറയുമ്പോൾ 26 രൂപ. അപ്പൊ 26 into അവരുടെ എണ്ണം. കുട്ടികളുടെ എണ്ണം എക്സ് ആണ്, അപ്പൊ 10 into x. അഡൽട്ടിന്റെ എണ്ണം 50 മൈനസ് എക്സ് ആണ്, അപ്പൊ 26 രൂപ. ഇത് രണ്ടും കൂടി കൂട്ടിയപ്പോ നമുക്ക് കിട്ടിയത് 740 രൂപയാണെന്ന്. അപ്പൊ നിങ്ങൾ എഴുതേണ്ടത് എത്രയാണ്? 50 ആദ്യം എഴുതേണ്ടത് 10x പ്ലസ് 26 into 50 മൈനസ് എക്സ്. ഇത് രണ്ടും കൂടി കൂട്ടിയപ്പോ നമുക്ക് കിട്ടി 740 രൂപ അല്ലെ? ഇപ്പൊ നമുക്ക് കിട്ടിയത് 740 കുട്ടികളുടെ പൈസയും ഇത് അഡൽട്ടിന്റെ പൈസയും രണ്ടും കൂടി കൂട്ടുമ്പോ 740. ഇനി ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതണം. 10x പ്ലസ് 26 into 50 ആണ്. ചെയ്ത് നോക്കാം. 26 into 5 ചെയ്യാം. 26 into 5 6 5 30 3 അല്ലെ? 2 into 5 10 ആണ്. 10 പ്ലസ് 1 13 130 ആണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടി? ഒരു പൂജ്യല്ലേ? 1300. 26 into 5 ആണ് നമ്മൾ ചെയ്തത് കേട്ടോ. അപ്പൊ നമുക്ക് വേണ്ടത് 26 into 50 ആണ്. അപ്പൊ 1300 മൈനസ് 26 into x 26x അതാണ് 740. ഇനി നമുക്ക് എക്സുകളൊക്കെ ഓരോന്ന് ചെയ്യാം അല്ലെ? 10x ഉം 26x ഉണ്ട്. 10x ന്ന് 26x കുറച്ച് എത്രയാണ്? നെഗറ്റീവ് ആണ് വരുന്നത് കേട്ടോ. നെഗറ്റീവ് 16x. 26 ന്ന് 10 കുറച്ചാൽ 16 ആണ് അല്ലെ? അപ്പൊ ബാക്കി എത്രയാ വരുന്നത്? ഇവിടെ നെഗറ്റീവ് 26 ആണ്. അപ്പൊ അതിൽ നിന്ന് 10 പോകുമ്പോ നെഗറ്റീവ് 16 ഈസിക്കൽ ടു ഇവിടെയുള്ള 740 നമ്മളിവിടെ കിട്ടി. ഈ 1300 പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ഇവിടെ വരുമ്പോ നെഗറ്റീവ് 1300 ആയി. ശരിയല്ലേ? അപ്പൊ നെഗറ്റീവ് 16x എന്ന് പറഞ്ഞാൽ ഇനി 1300 നിന്ന് നമ്മൾ 740 കുറയ്ക്കുക. കുറയ്ക്കുമ്പോ എത്ര? 0 കിട്ടി. ഇവിടെ 10 വരുമ്പോ 10 നിന്ന് 4 പോയാൽ 6 ആണ്. 2 12 നിന്ന് 7 പോയി കഴിഞ്ഞാൽ ബാക്കി 5 560 കിട്ടി. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടി 560 ആണ്. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇത് 740 നിന്ന് 1300 കുറയ്ക്കാണ് ചെയ്തത്. അപ്പൊ വലുത് 1300 ആണ്. അതുകൊണ്ട് ഇത് നെഗറ്റീവ് ആയി. അപ്പൊ നെഗറ്റീവ് 16x എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് 560. അപ്പൊ x ഈസ് ഈക്വൽ ടു എത്രയാ വരിക? x എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? x എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് 560 ബൈ നെഗറ്റീവ് 16. ഇതിന്റെ നെഗറ്റീവ് വെട്ടിപ്പോയി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 560നെ 16 കൊണ്ട് ഹരിക്കാം. 560നെ 16 കൊണ്ട് നമുക്ക് ഹരിക്കുമ്പോ എത്രയാ ഉത്തരം കിട്ടുന്നത്? 35 കിട്ടും. ഈസ് ഈക്വൽ ടു 35. ഇപ്പോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ചിൽഡ്രൻസ് എത്രയാണ്? 35 ആണ്. അപ്പൊ അഡൽട്സ് എത്ര പേരുണ്ടാവും? എക്സ് നമുക്ക് 35 ഉത്തരം കിട്ടി. എക്സ് 35 കിട്ടിയാൽ ഇനി നമ്മൾ ചോദ്യം എടുത്ത് ഒന്നുകൂടി എഴുതണം. നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പർ എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്പർ ഓഫ് ചിൽഡ്രൻ ആണ് നിങ്ങളോട് ചോദിച്ചിരിക്കണേ. അപ്പൊ നമ്പർ ഓഫ് ചിൽഡ്രൻ 35.
കുട്ടികളുടെ മാത്രം ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. ഇനി അഡൽട്ടിന്റെ കൂടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാം നമ്പർ ഓഫ് അഡൽട്സിന്റെ എണ്ണം എത്രയാണ്? 50 മൈനസ് 35 ചെയ്യണം. പക്ഷെ ഇവിടെ നമുക്ക് അത് ചോദിച്ചിട്ടില്ല, കുട്ടികളുടെ എണ്ണം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ഇത് മാത്രം നമ്മൾ എഴുതിയാൽ മതി. x = 35 എന്ന് പറഞ്ഞിട്ട് ഇത് എഴുതണം കേട്ടോ. നമ്പർ ഓഫ് ചിൽഡ്രൻ = 35. കിട്ടിയില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനായിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇവിടെ ഒരു ക്ലാസ്സിൽ തന്നിരിക്കുന്നത് എ ക്ലാസ് ഹാസ് ദ സെയിം നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ്. Only 8 boys were absent on a particular day and then the number of the girls was double the number of the boys. What is the number of boys and girls? ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം തുല്യമാണ്. 8 ആൺകുട്ടികൾ മാത്രം വരാതിരുന്ന ഒരു ദിവസം ഈ ക്ലാസ്സിലെ പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടെ എണ്ണത്തിന്റെ 2 മടങ്ങ്. ആൺകുട്ടികളുടെയും പെൺകുട്ടികൾ രണ്ടുപേരും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു ക്ലാസ്സില് തന്നിരിക്കുന്നത് സെയിം നമ്പർ ആണ് ഗേൾസും ബോയ്സും. അപ്പൊ ഗേൾസ് നമ്മൾ എക്സ് കൊടുത്താൽ ബോയ്സിനും നമ്മൾ എന്ത് കൊടുക്കണം? എക്സ് കൊടുക്കണം. രണ്ടും സെയിം ആണ് എണ്ണം കേട്ടോ. നമ്പർ ഓഫ് ബോയ്സും നമ്പർ ഓഫ് ഗേൾസും നമ്പർ ആണ്. ഇവിടെ നമ്പർ ഓഫ് ബോയ്സ് ആണ് എക്സ് എന്ന്. പക്ഷെ ഓൺ ദാറ്റ് പെർട്ടിക്കുലർ ഡേ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസം ഓൺലി 8 boys were absent. Only 8 boys were absent on a particular day and then the number of girls. അപ്പൊ എത്രയായിരിക്കും? ബോയ്സ് 8 പേര് കുറവാണ്. അപ്പൊ ബോയ്സ് എക്സ് ആണ് എണ്ണം അല്ലെ. പക്ഷെ അന്നത്തെ ദിവസം 8 പേര് കുറഞ്ഞു. എക്സ് മൈനസ് 8 കുറഞ്ഞപ്പോ ഗേൾസിന്റെ എണ്ണം അന്ന് എത്രയാണ്? The number of girls was double the number of the boys. ബോയ്സിന്റെ എണ്ണത്തിന്റെ 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗേൾസിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ എക്സ് എന്ന്, അത് ഇതിന്റെ 2 മടങ്ങ് 2 times ആണ്. ബോയ്സിന്റെ എണ്ണത്തിന്റെ 2 times ആണ് ഗേൾസിന്റെ എണ്ണമായി അന്ന് കേട്ടോ. അന്നൊരു ദിവസം ശരിക്കും എല്ലാ ദിവസവും ബോയ്സിന്റെയും ഗേൾസിന്റെയും എണ്ണം തുല്യമാണ്. പക്ഷെ അന്നത്തെ ഒരു ദിവസം ബോയ്സ് 8 പേര് കുറഞ്ഞപ്പോ അത് 2 മടങ്ങായിരുന്നു. ഇനി നമുക്ക് കണ്ടുകൂടെ ഉത്തരം? അപ്പൊ ഫോർമുല എഴുതാൻ കിട്ടി. ആ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ഇനി ഇത് എക്സ്പാൻഡ് ചെയ്ത 2x 2x 2 × 8 16 = x ആണ്. അപ്പൊ നമ്മൾ എക്സിനെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഈ 2x നമ്മൾ ഇറക്കിയിട്ടു. ഇനി ഈ എക്സിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ -x ആയി. ഇവിടെ നോക്കാം -16 അങ്ങോട്ട് പോകുമ്പോ +16 ആയി. അപ്പൊ 2x x കുറച്ചിട്ട് എത്രയാണ്? x ആണ്. x 16 ആയി. കിട്ടിയില്ലേ? അപ്പൊ നമ്പർ ഓഫ് ഗേൾസും നമ്പർ ഓഫ് ബോയ്സും എത്രയാണെന്ന്? 16 ആണ്. ഉത്തരം കിട്ടിയ എല്ലാവർക്കും. ഇനി അത് ശരിയാണോ എന്ന് നമുക്ക് നോക്കണം. എന്താ നമ്മളോട് പറയുന്നത്? അന്നത്തെ ഒരു ദിവസം നോക്കാം. ഇപ്പൊ നമുക്ക് ഉത്തരം കിട്ടി. നിങ്ങൾ എഴുതണം നമ്പർ ഓഫ് ഗേൾസ് = 8, നമ്പർ ഓഫ് ബോയ്സ് 16, നമ്പർ ഓഫ് ബോയ്സും 16. രണ്ടും 16 ആണ് കേട്ടോ. എടുത്ത് ഉത്തരം എഴുതണം. നമ്പർ ഓഫ് ഗേൾസ് 16, നമ്പർ ഓഫ് ബോയ്സും 16. പക്ഷെ അന്നത്തെ ഒരു ദിവസം ഈ ഉത്തരം ശരിയാണോ നോക്കണമെങ്കിൽ അന്നത്തെ ഒരു ദിവസം പെർട്ടിക്കുലർലി x - 8 എന്ന് വെച്ചാൽ 16 - 8 എത്രയാ? 16 8 പോയി കഴിഞ്ഞാൽ 8 ആയി അല്ലേ? 8 അല്ലേ? അതിനെ ഇൻറ്റു 2, അതിന്റെ 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ 16. അപ്പൊ ബോയ്സിന്റെയും ഗേൾസിന്റെയും നമ്പർ തുല്യമായി. കിട്ടിയില്ലേ? 16 - 8 എന്ന് പറയുമ്പോൾ 8 ആണ്. 8നെ 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ 16 തന്നെയാണ്. അപ്പൊ ബോയ്സിന്റെയും ഗേൾസിന്റെയും എണ്ണം 16 തന്നെ കിട്ടി. അപ്പൊ ഉത്തരം നമുക്ക് ശരിയാണോ എന്ന് നമുക്ക് നോക്കാനായിട്ട് കിട്ടി. അപ്പൊ ഈ ചോദ്യം എല്ലാവർക്കും മനസ്സിലായില്ലേ? നമ്പർ ഓഫ് ഗേൾസ്, നമ്പർ ഓഫ് ബോയ്സ്. നമ്പർ ഓഫ് ഗേൾസ് നമ്മൾ എന്ത് കൊടുത്തു? നമ്പർ ഓഫ് ഗേൾസ് നമ്മൾ എക്സ് കൊടുത്തു. നമ്പർ ഓഫ് ബോയ്സും എക്സ് തന്നെ. കാരണം രണ്ടും സെയിം ആണെന്ന് ഇവിടെ പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ ഡേ ആ പ്രത്യേകിച്ച് ആ ഒരു ദിവസം ബോയ്സ് 8 പേര് കുറഞ്ഞു. 8 പേര് കുറഞ്ഞപ്പോ ഗേൾസിന്റെ എണ്ണം അവർ ഈക്വൽ ആയില്ല. എങ്ങനെ ഈക്വൽ ആവാ? അതിന്റെ 2 മടങ്ങ് 2 times. അതിന്റെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ അത് അന്നത്തെ ഗേൾസിന്റെ എണ്ണത്തിന് ഈക്വൽ ആയി. അപ്പൊ എന്നിട്ട് പിന്നെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. 2 × x 2x, then 2 × 8 16 അല്ലെ? ഇനി എക്സിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു, നമ്പർ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ പോസിറ്റീവ് ആയി. -16 ഇങ്ങോട്ട് പോയപ്പോ +16 ആയി. ഈ എക്സ് ഇവിടത്തെ പോസിറ്റീവ് ആണ്, അത് ഇപ്പത്തേക്ക് വന്നപ്പോ നെഗറ്റീവ്. അതാണ് 2x - x x കിട്ടി. x -
എക്സ് ഈസ് ഈക്വൽ ടു, അപ്പൊ ഇവിടെ കിട്ടി 16. അപ്പൊ ബോയ്സിന്റെ എണ്ണവും 16, ഗേൾസിന്റെ എണ്ണവും 16. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിക്കുകയാണ്. 2 കണക്ക് കഴിഞ്ഞു. അടുത്ത കണക്ക് നമുക്ക് അടുത്ത സെഷനിൽ എടുക്കാം. ഓക്കെ.